ഹലോ ഗൈസ്, ഞാൻ 2-3 ദിവസമായിട്ടുണ്ടാവും വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. വീഡിയോ ഒക്കെ ഇട്ടിട്ട് കാര്യമായിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഞാൻ ഇപ്പം എടുക്കുന്നതിൻ്റെ തന്നെ സൗണ്ട് ക്ലിയർ ആയിരിക്കുമോ എന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല. ബിക്കോസ് ഞാൻ നല്ല മൂഡിലൊന്നും ആയിരുന്നില്ല. 2-3 ദിവസമായിട്ട് ഇത്തിരി ശോകമാണ് മൂടൊക്കെ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ മേ ബി എനിക്കറിയില്ല. ബിക്കോസ് I'm not feeling good. ഇത് തന്നെയല്ലേ പറഞ്ഞു 2-3 ദിവസമായിട്ട് ശോകം. ക്യാമറ പിടിക്കാനായിട്ട് പൊസിഷൻ കിട്ടുന്നില്ല. ഓക്കെ, കണ്ണൊക്കെ കണ്ടാൽ തന്നെ അറിയായിരിക്കും 2-3 ദിവസമായിട്ട് കരഞ്ഞു കുത്തിയിരിക്കുവാന്ന്. എവിടെയെങ്കിലും ഇരുന്ന് സംസാരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. സോ ഇരിക്കാൻ പറ്റിയ സ്ഥലം നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇരുന്നിട്ട് ഞാൻ വീഡിയോ ബാക്കി എടുക്കാം, കാര്യങ്ങളൊക്കെ പറയാം. സ്ഥലമൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഇരുന്നാലോ എന്ന് വിചാരിക്കാം. കാരണം എനിക്കെന്തോ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ബസ്സിൽ കണ്ടപ്പോൾ മുതൽ ഈ സ്ഥലങ്ങളൊക്കെ നോക്കി നടക്കുന്നേ. മേ ബി ഇതിൻ്റെ അടിയിലൊക്കെ ഇരിക്കാം. അവിടെ സീറ്റ്സ് ഉണ്ട് ഇരിക്കാനായിട്ട്. നമുക്ക് അവിടെ എവിടെയെങ്കിലും ഇരുന്നിട്ട് സംസാരിക്കാം. എന്താണ് ഇത്ര വിഷമം എന്ന് വെച്ചാൽ, ഞാൻ നല്ലപോലെ എൻ്റെ ഫാമിലിയെ മിസ് ചെയ്യുന്നുണ്ട്. ഐ ഡോണ്ട് നോ വൈ. എല്ലാവരെയും മിസ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ കെട്ടിയോനെ മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവിടെ ആരോ ഇരുന്ന് വർക്ക് ചെയ്യുന്നു. അപ്പോൾ അവർക്കൊരു ഡിസ്റ്റർബൻസ് ആവണ്ടെന്ന് കരുതി ഞാൻ ഇരിക്കാണ്ട് നടന്ന് തന്നെ സംസാരിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ നല്ല വെയിലുണ്ട്. ഇവിടെ നല്ല വെയിലുണ്ട്. കാണുന്ന തണുപ്പ് മാത്രമല്ല, ഇവിടെ വെയിലൊക്കെ ഉണ്ട്. ഓക്കെ, പുറത്തേക്ക് വരുമ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ പ്രിപ്പയർ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒറ്റപ്പെടൽ. ഇവിടെ വന്ന് ആദ്യത്തെ 2 ദിവസം എനിക്കൊരു കുഴപ്പമൊന്നും ഉണ്ടായില്ല. പക്ഷെ പതിയെ എല്ലാവർക്കും ഫ്രണ്ട്സായി. എനിക്ക് മാത്രം ഫ്രണ്ട്സായില്ല. എല്ലാവരും ഓരോയിട്ട് എൻജോയ് ചെയ്യാൻ തുടങ്ങി. ഞാൻ ലോൺ, ഇത് അത്, പൈസ നമ്മൾ സേവ് ചെയ്യണം, നമ്മൾ സ്പെൻഡ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് അതും കെട്ടിപ്പിടിച്ചിരുന്ന് ഫുഡ് കഴിക്കൽ കുറച്ച്, മാക്സിമം ബസ് യൂസ് ചെയ്യുന്നതിനും നടക്കാൻ തുടങ്ങി. എല്ലാത്തിനും പിശുക്ക് കാണിക്കാൻ തുടങ്ങി. ആഫ്റ്റർ അതെനിക്കൊരു പണി കിട്ടി. ബിക്കോസ് നമ്മളൊരു പുതിയ സ്ഥലത്ത് വന്നേക്കുന്നത്, നമുക്ക് വീട്ടുകാരില്ല, കൂട്ടുകാരില്ല. എൻ്റെ നാട്ടിൽ എനിക്ക് എല്ലാം ഉണ്ടായിരുന്നു. എനിക്ക് എൻ്റെ കൂട്ടുകാരുണ്ടായിരുന്നു, എനിക്ക് എൻ്റെ വീട്ടുകാരുണ്ടായിരുന്നു, എൻ്റെ നാത്തൂമാരുണ്ടായിരുന്നു. എനിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോവാനായിട്ടാണെങ്കിൽ എൻ്റെ നാത്തൂമാരുണ്ടായിരുന്നു. ഒന്ന് വിളിച്ചാൽ മതി. എൻ്റെ വീട്ടിലുള്ളതാണെങ്കിലും അപ്പുറത്ത് ഉള്ളതാണെങ്കിലും വരുമായിരുന്നു. അവിടെ നിന്ന് ഐ വാസ് ലൈക്ക് ആരുമില്ല വരാൻ എന്നുള്ളൊരു മൈൻഡേ. ഇത്തിരി വെയിലത്തിരിക്കുന്നത് മുഖത്ത് വെട്ടടിച്ചിട്ടെന്ന് കരുതിയിട്ടാണ് വീഡിയോയിൽ. നല്ല വെയിലുണ്ട്. അങ്ങനെ ഇവിടെ വന്നപ്പോൾ ശരിക്കും ഒറ്റപ്പെട്ടു. എല്ലാവർക്കും ഫ്രണ്ട്സിനെ കിട്ടുന്ന കണ്ടിട്ട് ഒറ്റപ്പെട്ട് കരഞ്ഞിരുന്ന് മുറിയിലിരുന്ന് തിരിച്ചു പോന്നാലോ എന്ന് വരെ തീരുമാനിച്ചു. അമ്മനെ വിളിച്ചു പറഞ്ഞു തിരിച്ചു പോകണമെന്ന്. അമ്മനെ വിളിച്ചു പറഞ്ഞില്ല, ഞാൻ കെട്ടിയാണ് മാത്രം വിളിച്ചു പറഞ്ഞോളൂ. അങ്ങനെ ഇരുന്ന് ഇപ്പോഴും അതിൽ നിന്ന് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. പക്ഷെ ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. ബിക്കോസ് അങ്ങനെ പോകാൻ വേണ്ടിയിട്ടല്ലല്ലോ നമ്മളിങ്ങോട്ട് കെട്ടിയിരുന്നല്ലോ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. നമുക്ക് കഴിക്കാനും കാണാനും ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ പൈസ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് ഇനിയിപ്പോൾ നാളെ എങ്ങാനും തട്ടിപ്പോയി കഴിഞ്ഞാൽ എന്തിനും ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? ഇതൊക്കെ സെൽഫ് മോട്ടിവേഷനാണ് കേട്ടോ. ഈ പറയുന്ന പിച്ചും പോയി ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് ഏറ്റവും അവസാനം ഞാൻ തന്നെ കേൾക്കുമെന്ന്. വേറെ ആരുമായിട്ടില്ലെങ്കിൽ ഞാൻ തന്നെ കേൾക്കും. എൻ്റെ വീട്ടുകാരും കേൾക്കുമായിരിക്കും. എനിക്ക് ചെയ്യണം തോന്നി ഇങ്ങനെ ഒരു വീഡിയോ. കാരണം 2-3 ദിവസമായിട്ട് ഞാൻ ഒരു വീഡിയോ ഇടുന്നില്ല. ഞാൻ കോളേജിൽ പോകുമ്പോൾ വീഡിയോ എടുക്കുന്നില്ല. ഇത്രയും അടിപൊളി ഒരു സ്ഥലത്ത് വന്നിട്ട് എനിക്ക് തിരിച്ച് വീട്ടിൽ പോകണം എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ.
എല്ലാവരും പറയും ഞാൻ ഭയങ്കര ധൈര്യശാലിയാണ്. അതെ, ആണ്. അത്രയും ഒരുപാട് സിറ്റുവേഷൻസ് ഒക്കെ കടന്നിട്ടാണ് ഇങ്ങോട്ട് വന്നേക്കുന്നത്. ബട്ട് ഒറ്റപ്പെടൽ അതെവിടെയാണെങ്കിലും എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് ഒറ്റയ്ക്കാവാന്നുള്ളത്. കാരണം എവിടെയാണെങ്കിലും എനിക്കൊരു കൂട്ട്, ഐ ഹാവ് സം പേഴ്സണൽ പീപ്പിൾസ്, ഐ ഹാവ് എ ക്ലോസ് സർക്കിൾ, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് എനിക്ക്. അപ്പം എനിക്കൊരു കൂട്ട്, എവിടെയാണെങ്കിലും എനിക്കൊരു കൂട്ട്, അതെനിക്ക് ഭയങ്കര അത്യാവശ്യമായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് എൻ്റെ നാട്ടിൽ നിന്ന് എൻ്റെ കെട്ടിയവനെ താഴ്ത്തും തറയിലും വെക്കാണ്ട് കൊഞ്ചിച്ച് ലാളിച്ച് സ്നേഹിച്ച് തിന്നപാത്രം വരെ കഴുകി തന്നിട്ട് ഇവിടെ വന്ന് എല്ലാം ചെയ്യണം. അത് ഓട്ടോമാറ്റിക്കലി ഒരു പോയിന്റ് കഴിയുമ്പോൾ നമ്മളും ചെയ്യണമല്ലോ. ചെയ്യുന്നതിലൊന്നല്ല, ഒറ്റപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര വിഷമം. കാരണം അപ്പോൾ വിചാരിക്കും കെട്ടിയവനെ വിളിച്ചിരുന്നു ഇവിടെയെന്ന്. അവന് രാത്രിയാണ് ഷിഫ്റ്റ്. ഇവിടെ നിന്ന് ഇന്ത്യയായിട്ട് 3.5 മണിക്കൂർ വ്യത്യാസമുണ്ട്. ഞാനൊന്ന് 4:30 ക്ലാസ്, 4 ചില ദിവസങ്ങളിൽ 6:10 ക്ലാസ് ഉണ്ട്. 6:10 ക്ലാസ് ദിവസം ചിന്തിക്കാൻ വേണ്ട അവനെ വിളിക്കണതിനെ കുറിച്ച്. ക്ലാസ് കഴിഞ്ഞാൽ 1-1.5 മണിക്കൂർ എങ്ങാനും സംസാരിക്കാൻ പറ്റിയ അത് കഴിഞ്ഞുള്ള ഒറ്റയ്ക്കുള്ളൊരു ടൈം ഉണ്ടല്ലോ റൂമിനകത്ത് ആരും ഇല്ലാണ്ട്, അയ്യോ ഞാൻ എന്തിനിങ്ങ് വന്ന് ആലോചിച്ചിരിക്കുന്ന ഒരു ടൈം ഇത്തിരി ശോകമാണ്. വേഗം എൻ്റെ കെട്ടിയോനും കൂടി വരുമായിരിക്കും വിസിറ്റിങ്ങിൽ, അതുവരെ ഇത്തിരി ശോകമാണ്. അങ്ങനെ പ്രത്യേകിച്ച് ഐ ആം ഓൺ മൈ പീരിയഡ്സ് ആയിക്കഴിഞ്ഞാൽ എൻ്റെ കൂടെ ഉള്ളവർക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഞാൻ എല്ലാത്തിലും ഇറിറ്റേറ്റഡ് ആവും. ഞാൻ ഭയങ്കര ഇമോഷണലാണ് എൻ്റെ പീരിയഡ്സിൽ, അല്ലെങ്കിൽ ഇമോഷണലാണ് പീരിയഡ്സിൽ, അതിൻ്റെ ഡബിൾ ട്രിപ്പിൾ ഇരട്ടിയാണ്. സോ അതുകൊണ്ടും 2 ദിവസം ഭയങ്കര ശോകമായിരുന്നു. എൻ്റെ കണ്ണിരിക്കാണ്ട് അറിയാം, കരഞ്ഞ് ശോകം അടിച്ചിരുന്നു. ദെൻ ഐ റിയലൈസ്, കാരണം ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ, എൻ്റെ വിസ വാലിഡേഷൻ, എൻ്റെ ബാങ്ക് അക്കൗണ്ട് എല്ലാവരും ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തപ്പോൾ ഞാൻ സ്വന്തമായിട്ട് ചെയ്തു. ഇന്നത് ഒക്കെ ശരിയായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. സോ ഹാപ്പി. ഇന്ന് എനിക്ക്, അതായത് ഒരാൾ തന്ന ഒരു പോസിറ്റീവ് തോട്ട്, ഐ ആം ഹാപ്പി ഫോർ യു, ആ ഒരു കോട്ട് മെയ്ഡ് മീ ഹാപ്പി. ബിക്കോസ് എല്ലാവർക്കും ഒന്നും പറ്റില്ല, എല്ലാവർക്കും ചിലപ്പോൾ ഒരാളുടെ ഹെൽപ്പ് വേണമായിരിക്കും, മേ ബി. ബട്ട് ഞാൻ ഇതുവരെ ആരുടെ ഹെൽപ്പ് ഒരു കാര്യത്തിന് ചോദിച്ചിട്ടുമില്ല, ചെയ്തിട്ടുമില്ല. എല്ലാം എൻ്റെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ചെയ്തത്. ഈവൻ ദോ ഇവിടേക്ക് വരുന്ന കാര്യങ്ങളാണെങ്കിലും, ലോണിൻ്റെ കാര്യങ്ങളിൽ, സ്ഥലത്തിൻ്റെ കാര്യങ്ങൾ മാത്രമാണ് എൻ്റെ പാരൻസ് ഹെൽപ്പ് ചെയ്തത്. ബാക്കിയാണെങ്കിലും എൻ്റെ ജോലിയുടെ കാര്യത്തിലാണെങ്കിലും, ഡിഗ്രി കഴിഞ്ഞ ഉടനെ പ്ലേസ്മെൻറ്റ് കിട്ടി ജോലിക്ക് കയറാനെടുത്ത തീരുമാനമാണെങ്കിലും എല്ലാം ഞാൻ ഒറ്റയ്ക്ക് എടുത്ത തീരുമാനങ്ങളാണ്. എൻ്റെ ലൈഫിലെല്ലാം ഞാൻ ഒറ്റയ്ക്ക് ചെയ്തേക്കുന്നേ. അതിനെല്ലാം കാരണം എൻ്റെ അച്ഛൻ തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം മുതലേ, ചെറുപ്പത്തിൽ മുതലേ എല്ലാവർക്കും എക്സ്പീരിമെൻസും അങ്ങനെ എക്സിബിഷൻസും ഒക്കെ വരുമ്പോൾ ഓരോന്ന് ചെയ്യാനൊക്കെ പാരൻസ് ചെയ്ത് കൊടുത്തു. അവർ നല്ല വൃത്തിക്കും ഭംഗിക്കും ഒക്കെ കൊണ്ടുവരും. എൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞാൽ അച്ഛൻ സാധനം മാത്രം വാങ്ങിച്ചുള്ളൂ, എന്നിട്ട് പറയും തന്നെ താൻ ഉണ്ടാക്കിക്കൊന്നു. അപ്പം എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. അത് ഇങ്ങർക്കൊന്നും ചെയ്തെന്നൂടെ, അച്ഛനൊന്നും ചെയ്തെന്നൂടെ, അല്ലെങ്കിൽ അമ്മക്കൊന്ന് ഹെൽപ്പ് ചെയ്തൂടെ. അമ്മ അവിടെ ടീച്ചറായിരുന്നു, അമ്മയെ ഹെൽപ്പ് ചെയ്യില്ല. ലിറ്ററലി നിങ്ങൾ ചെയ്തോ, ഞങ്ങൾ സാധനം എന്ത് വേണോ പറഞ്ഞോ വാങ്ങിച്ചു തരാം, അവിടുന്ന് തുടങ്ങി. ബട്ട് അതാണ് ശരിക്കും വേണ്ടത്. ഞാൻ എൻ്റെ പിള്ളേരുണ്ടാവണമെങ്കിൽ ഞാനും അങ്ങനെ എനിക്ക് ചെയ്യാം. കാരണം ഐ ആം വെരി ഇൻഡിപെൻഡൻറ്റ് ഫ്രം ദാറ്റ്. എല്ലാവരും വൃത്തിയൊന്നും ഉണ്ടാവില്ലായിരിക്കും, വൃത്തി ഉണ്ടാവില്ല, പെർഫെക്ഷൻ ഉണ്ടാവില്ല. ബട്ട് എനിക്ക് അഭിമാനത്തോടെ പറയാം അത് ഞാൻ ചെയ്തതാ. അതിപ്പോൾ ഞാൻ മോണോ ആക്ട് അവതരിപ്പിക്കുമ്പോൾ ഞാൻ എഴുതിയ സ്ക്രിപ്റ്റാ, ഞാൻ എഴുതിയതാ, ഞാൻ ചെയ്തതാ. ഇപ്പോഴാണെങ്കിൽ എല്ലാം ഞാൻ സ്വന്തം ചെയ്തതാ. അതുപോലെ ഞാൻ സ്വന്തം ചെയ്തതാ. അവിടെ മുതൽ ആ ഒരു കഴിവെനിക്കുണ്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ. പക്ഷെ എനിക്ക് തീർച്ചയായിട്ടും കാര്യം കൂടിയുണ്ട്, ഞാൻ സ്വന്തമായിട്ട് ചെയ്യും. എൻ്റെ കൂടെ ഉള്ളവർ, എൻ്റെ അനിയത്തി അങ്ങനെ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളല്ല. ഷീ നീഡ് ഹെൽപ്പ്. ബട്ട് അതെനിക്ക് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ട് തോന്നും. ഐ ക്യാൻ, വൈ ഷീ കാൺട്ട്. അതിപ്പോൾ ആരാണെങ്കിലും ഇപ്പോൾ എൻ്റെ കൂടെ നിന്നിട്ട് ഇതെങ്ങനെ ചെയ്യുക, അതെങ്ങനെ ചെയ്യാന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ സ്വന്തമായിരിക്കും ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഐ വിൽ ബി ലൈക്ക്, ഇത് ഞാൻ അത്ര വലിയ കാര്യമൊന്നുമില്ലല്ലോ. ബട്ട് മേ ബി ദേ ഹാവ്, അവർക്ക് അങ്ങനെ ചെയ്ത് ശീലമില്ലായിരിക്കാം, അവരെല്ലാവരും ഇതുപോലെ സ്പൂൺ ഫീഡ് ചെയ്തേക്കായിരിക്കാം, ഐ ഡോണ്ട് നോ. അതുകൊണ്ടായിരിക്കാം എനിക്കത് ഇറിറ്റേറ്റ് ആവുന്നത്. ബട്ട്
മാക്സിമം ഞാനിപ്പോൾ എൻ്റെ ക്യാരക്ടർ മാറ്റാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുന്നത് നല്ലതല്ലേ, ബട്ട് ഒരു പോയിന്റിലൊന്നും നല്ലതല്ല. ഞാൻ ഇതുപോലെ ആർക്കൊക്കെ എന്തൊക്കെ സഹായം ചെയ്ത് കൊടുക്കണോ അതൊക്കെ എനിക്ക് പണി കിട്ടിയിട്ടുണ്ട്. അവർക്ക് അവരുടെ കാര്യം കഴിയണവരെ ഉണ്ടാവുള്ളൂ. ഐ ഡോണ്ട് നോ, അതിനെപ്പറ്റി എനിക്ക് കാര്യമായിട്ട് അറിയില്ല. ഞാനിപ്പോൾ എന്തിനും ഇതൊക്കെ സംസാരിക്കണമെന്ന് തന്നെ എനിക്ക് കാര്യമായിട്ട് അറിയില്ല. ഇപ്പോൾ കുറേ ദിവസം കഴിഞ്ഞിട്ടൊരു വീഡിയോ എടുക്കാമെന്ന് വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഇമോഷൻസും എല്ലാം എക്സ്പ്രസ് ചെയ്തിട്ടൊരു വീഡിയോ എടുക്കാൻ. ബിക്കോസ് ഇനി ഒരു കുറച്ച് നാൾ കഴിഞ്ഞ് ഞാനിവിടെ എന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ വീഡിയോ എടുത്ത് കാണാലോ. ഞാൻ ഇത്രയും തകർന്ന് നിന്നപ്പോൾ ഞാൻ വീട്ടിൽ പോയിരുന്നെങ്കിൽ, തിരിച്ച് നാട്ടിൽ പോയിരുന്നെങ്കിൽ എനിക്ക് താങ്ങാൻ പറ്റില്ലായിരുന്നു. എന്നാ അതിലെങ്കിലും എടുത്ത് കാണാം. പണ്ടാണ് അപ്പം തന്നെ വീട്ടിൽ പോയാൽ മതിയായിരുന്നു. അയ്യോ, ഇത്രയും ഉച്ചയെടുത്ത് സംസാരിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഒരാളുമില്ല. ഞാൻ ബാക്ക് സൈഡ് കാണിച്ചു തരാം കേട്ടോ, ഒരു മിനിറ്റ്. നമുക്ക് എന്ത് പീസ്ഫുള്ളായി ഈ സ്ഥലം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ലിറ്ററലി അവിടെ നിന്ന് മുതലേ ഇങ്ങനെ നോക്കി നോക്കി വരുമായിരുന്നു ഈ സ്ഥലം. ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ നാട്ടിലെ പുഴ ഓർമ്മ. ഞാനും എൻ്റെ ചെക്കനും കൂടെ ഈ പുഴയുടെ സൈഡിൽ, പാലത്തിൻ്റെ അവിടെ സൈഡിൽ പറമ്പിൽ ഒക്കെ വൈകുന്നേരമൊക്കെ പോയി സ്പെൻഡ് ചെയ്യുമായിരുന്നു. ഐ വാസ് സോ ഹാപ്പി. നാട്ടിൽ ഞാൻ നല്ല ഹാപ്പി ആയിരുന്നു. ബട്ട് എനിക്ക് പഠിക്കണമെന്നുണ്ടായിരുന്നു. അവിടെ വന്നേ പഠിക്കാൻ ഒരുപാടുണ്ട് കേട്ടോ. വെറുതെ കളിതമാശ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് ആരും വരാനിരിക്കുക. എൻ്റെ ക്ലാസ്സിൽ തന്നെ ഉണ്ട് കുറേ പേര്. പ്രൊഫസേഴ്സ് പറയുന്ന മനസ്സിലാവുന്നും കൂടി ഇല്ല അവർക്കൊക്കെ. ജസ്റ്റ് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ യു ക്യാൻ ചൂസ് അങ്ങനത്തെ കോളേജസ് ഉണ്ട് ഫ്രാൻസിൽ. അതായത് 3 ദിവസമോ 4 ദിവസമോ മാത്രം ക്ലാസ്, അധികം പഠിക്കാനൊന്നും ഉണ്ടാവില്ല, നമുക്ക് സ്റ്റുഡൻറ് വിസ കിട്ടും, അങ്ങനത്തെ കോളേജസ് ഉണ്ട്. ഇതുപോലത്തെ പോലത്തെ നല്ല കോളേജസിലേക്കൊന്നും വരരുത്. കാരണം ഇവിടെ 6 മണി വരെയൊക്കെ ക്ലാസ് ഉണ്ട് രാവിലെ തൊട്ട്. നമുക്ക് പഠിക്കാനല്ലാണ്ട് വേറെ ഒന്നിനും സമയം കിട്ടില്ല. ഓക്കെ, പിന്നെന്താ പറയാനല്ലേ. സോ ഞാൻ വിചാരിച്ചു ഇന്ന് കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാം. ഇനി എനിക്ക് ഫോട്ടോ എടുത്തു തരാനൊന്നും എനിക്ക് ഫ്രണ്ട്സൊന്നും ഇല്ല, അതുകൊണ്ട് ആരും ഇല്ല. മിക്കവാറും ഞാൻ എല്ലാം ഒറ്റയ്ക്കായിരിക്കും. ബിക്കോസ് നമ്മുടെ ക്ലാസ് തുടങ്ങിയപ്പോൾ തന്നെ ഓരോ ക്ലാസ്സിനും ഓരോ ഷെഡ്യൂളാണ്. എനിക്ക് ഡിഫറെൻറ്റ് ഷെഡ്യൂളാണ്. ഐ ഹാവ് എ ടൈറ്റ് ഷെഡ്യൂൾ ബിക്കോസ് ഐ തിങ്ക് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ഈസ് ഐ ഡോണ്ട് ഹാവ് എനി വേർഡ്സ് ടു സേ എന്ന്. അതായത് ഒരുപാടുണ്ട് പഠിക്കാൻ. ഓൾറെഡി ഇപ്പോൾ തന്നെ എടുത്തതിൽ അത്യാവശ്യം എൻ്റെ പ്രൊഫസറൊക്കെ ഇത്തിരി സ്ട്രിക്റ്റാ, സീനാ. നാട്ടിലെ പോലൊന്നും അല്ല, വിസ്പർ ചെയ്താൽ തന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കും എന്നൊക്കെ പറയുന്നു. പിന്നെ തുടക്കം തന്നെ പ്രൊജക്ട്സ് തുടങ്ങി, സെമിനാർസ് തുടങ്ങി, എല്ലാം തുടങ്ങി. ഐ തിങ്ക് 7 വീക്സിൽ ഇവർ ക്ലാസ് അവസാനിപ്പിക്കും, ദെൻ എക്സാം. എല്ലാം പെട്ടെന്നായല്ലോ. ഇനി അത് കഴിഞ്ഞ് ഇന്റേൺഷിപ്പ്, അത് കഴിഞ്ഞാൽ ഇന്ത്യയുടെ വെക്കേഷൻ ഉണ്ടാവുമായിരിക്കും. ഐ ഡോണ്ട് നോ. ഇന്റേൺഷിപ്പ് ചെയ്യണം, 2 ഇന്റേൺഷിപ്പ് ചെയ്യണം. ബിക്കോസ് 2 വർഷത്തെ കോഴ്സാണ്. അതിന് വെക്കേഷൻ ഒന്നുമില്ലെങ്കിൽ നാട്ടിൽ വരും, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് അവൻ എൻ്റെ സെക്കൻഡ് ഇങ്ങോട്ട് വരും. ഐ ഡോണ്ട് നോ. ഐ ഡോണ്ട് വാണ്ട് ടു ഡിസ്റ്റർബ് എനിവൺ. ഇവിടെ ഒരാൾ വരുന്നുണ്ട്. ഇവിടെ ജോഗിങ്, ഈ ടൈമിലൊക്കെ ജോഗിങ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം. ഇതൊക്കെ ഇവിടെ ഉണ്ടായിട്ടാണോ ഞാൻ ഇത്ര നേരം വിഷമിച്ചിരുന്നേ എന്ന് ഞാൻ ആലോചിക്കുന്നു. ജസ്റ്റ് ഇവിടെ വന്നിരുന്നാൽ മതി. പിന്നെ ഇവിടെ നമ്മുടെ നാട്ടിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം, നമ്മൾ എവിടെയെങ്കിലും ഇറങ്ങാൻ നിൽക്കുമ്പോൾ എല്ലാവരും വന്നിട്ട് അയ്യോ എവിടെ പോവാ, എന്താ, വീട്ടിലെങ്ങനെയുണ്ട്, സുഖമാണോ എന്നൊക്കെ ചോദിക്കുന്നത്. പക്ഷെ ഗൈസ് ഇങ്ങോട്ട് വന്നാൽ നമ്മൾ അതൊക്കെ മിസ് ചെയ്യും. ഇവിടെ ഒരാൾ നമ്മളെ മൈൻഡ് കൂടി ചെയ്യില്ല. ഫോർ ഇൻട്രോവേർട്സ് ദേ ക്യാൻ തിങ്ക് നമ്മുടെ കാര്യം നോക്കി കിടക്കാം. പക്ഷെ ഞാനൊരു എക്സ്ട്രോവേർട്ടാ. ഐ വാണ്ട് സം പീപ്പിൾസ് ടു ടോക്ക്, ഐ വാണ്ട് സം പീപ്പിൾസ് ടു ഇൻട്രാക്ട്. എനിക്കിത് ഭയങ്കര ഫസ്ട്രേറ്റിംഗ്. ഒന്നും ചിരിക്കുന്നവരുണ്ട് കേട്ടാ. ചില ഡ്രൈവർമാരുണ്ട്, അവർ ചിരിച്ചിട്ട് നിർത്തുള്ളൂ. ചിലർ ചിരിച്ചിട്ട് നമുക്ക് ക്രോസ് ചെയ്യാൻ നിൽക്കുമ്പോൾ ഒക്കെ ചിരിക്കും. അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്, പക്ഷെ കുറവാ. മേ ബി ഫ്രഞ്ച് പീപ്പിൾസ് ആർ അഫ്രൈഡ് ഓഫ് ഇംഗ്ലീഷ്. അവർ ഇംഗ്ലീഷ് സംസാരിക്കില്ല. നമ്മുടെ നാട്ടിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷ് അറിയാമെങ്കിലും നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കില്ല എന്ന് പറഞ്ഞ പോലെ മിക്ക ഫ്രഞ്ചുകാർക്കും ഇംഗ്ലീഷ് അറിയില്ല. ദേ ഡോണ്ട് നീഡ് ഇംഗ്ലീഷ്. ഈ രാജ്യത്ത് ആരെങ്കിലും വരുന്നെങ്കിൽ അവർ പഠിക്കണം ഫ്രഞ്ച്. ശരിക്കും അതാണ് നല്ലത്. നമ്മുടെ നാട്ടിൽ അങ്ങനെയൊക്കെ തന്നെ കൊണ്ടുവരേണ്ടത്. അതുകൊണ്ട് മിക്കവരും സംസാരിക്കില്ല. പിന്നെ
ഇവിടെ എവിടെയെങ്കിലും നല്ല റെസ്റ്റോറൻറ്റ് കണ്ടുപിടിക്കണം, ഇന്നൊന്ന് ഫുഡ് കഴിക്കണം, കുറച്ച് എക്സ്പ്ലോർ ചെയ്യണം. അങ്ങനെയൊക്കെയാണ് എൻ്റെ ഇന്നത്തെ പ്ലാൻസ്. ഇന്നപ്പോൾ കുറച്ച് ലോങ് ആയിട്ടൊരു വീഡിയോ ഇടാനാണ് എൻ്റെ പ്ലാൻ. ഹായ്, ഓക്കെ, ഒരു ഫോട്ടോ എടുത്തതാ. എനിക്ക് തമ്മേലൊന്നും ഇട്ടിട്ടില്ല ഞാൻ ഇതുവരെ. അങ്ങനെയൊക്കെ ഇടണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഇവിടേക്ക് നിന്ന് ഫോട്ടോ എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. എടുത്തു തരാൻ ആരില്ല. ബാക്ക് ക്യാം വെച്ചെടുക്കാൻ പറ്റുമെന്ന് നോക്കണം. പിന്നെ ബാക്ക് ക്യാം ഫോൺ വയ്ക്കുന്നത് എത്ര സേഫ് ആണെന്നൊന്നും എനിക്കറിയില്ല. ബട്ട് ഐ വിൽ ട്രൈ. എല്ലാം ട്രൈ ചെയ്യാനുള്ളതാണല്ലോ. ഐ തിങ്ക് ഐ ഹാവ് മൈ ഫോട്ടോ ക്ലിക്കർ. ഫോട്ടോ എടുക്കുന്ന സാധനമില്ലേ, ക്ലിക്ക് ചെയ്യുന്നത്, അത് ഞാൻ ബാഗിൽ ഇട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല, എനിക്കുണ്ടായിരുന്നു. ഇവിടെ ഇടയ്ക്ക് ഇങ്ങനെ പാട്ടൊക്കെ വെച്ച് ആൾക്കാർ നടക്കും. ആൾക്കാർ ഇവിടെ വന്നിട്ട് ബിയറും വൈനൊക്കെ കുടിക്കുന്നത് വെറും വേസ്റ്റാണ് ഗൈസ്. വെറുതെ ഞാൻ ഒരു പ്രാവശ്യം കുടിച്ചു നോക്കിയിട്ട് പറയുക, അതിൻ്റെ ആവശ്യമില്ല. തണുപ്പായതുകൊണ്ട് ഒന്നും അറിയില്ലെന്ന് തോന്നുന്നു. ഓ, എനിക്കാണെങ്കിൽ ഈ വ്യൂ കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല ഗൈസ്. കണ്ടോ കണ്ടോ കണ്ടോ. ഓക്കെ, എൻ്റെ നാട്ടിൽ നിന്ന് ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ സെറ്റായിരുന്നു. ആരെങ്കിലും എന്താണ് മോട്ടിവേറ്റ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നാലും. അമ്മ വരാമെന്നുണ്ടായിരുന്നു. അമ്മേനെ കൊണ്ട് ജോലി രാജിപ്പിച്ച് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാലോ, അല്ലെങ്കിൽ അച്ഛനെ കൊണ്ടുവരാം. അച്ഛനാകുമ്പോൾ പിന്നെ കുഴപ്പമില്ല. അല്ലെങ്കിൽ അച്ഛനെ കൊണ്ടുവരണമെന്ന് എനിക്കുണ്ട്. പക്ഷെ അച്ഛന് ക്ലാസ് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇനി 4 വർഷം കഴിയണം. അവള് എന്തായാലും 4 വർഷം കഴിയുമ്പോൾ പുറത്തേക്ക് പോകുന്നു പറയുന്നുണ്ടായിരുന്നു. അറിയില്ല, ഐ ഡോണ്ട് നോ. ബട്ട് ഐ എം മിസ്സിങ് സംവൺ. മിക്കവാറും എൻ്റെ ഹസ്ബൻഡ് വരുമ്പോൾ എല്ലാ പ്രശ്നവും തീരുമായിരിക്കും. അതുവരെ അപ്പോൾ ഓക്കെ, ഞാൻ എൻ്റെ ഫോട്ടോസ് എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. എടുക്കുവാണെങ്കിൽ സോറി, കട്ടായിപ്പോയി. ഹെഡ്സെറ്റ് തൊട്ടപ്പോൾ കട്ടായിപ്പോയി. എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാനിവിടെ നിന്ന് എവിടെയെങ്കിലും ഫുഡ് കഴിക്കാൻ പോകും. നമുക്കപ്പോൾ ബാക്കി വീഡിയോ എടുക്കാം. ബാക്കി വീഡിയോ ചിലപ്പോൾ ഞാൻ വോയിസ് ഓവറേ ഉള്ളൂ, കാരണം ബഹളം കാരണം കൊണ്ട് കേൾക്കാൻ പറ്റില്ലല്ലോ. ബൈ ബൈ. ഞാൻ എങ്ങനെയുണ്ട് കോട്ട കൂരി ബാഗിൽ വെയിറ്റ് കൂട്ടി. കോട്ടൊന്നുമില്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടെടുത്തിട്ട് പാടില്ല. സമ്മറാണ്. വന്ന ദിവസങ്ങളിൽ ഭയങ്കര തണുപ്പായിട്ട് അയ്യോ തണുത്തിട്ട് ജീവിക്കാൻ പറ്റണല്ലേ. പക്ഷെ ഇപ്പം അത്യാവശ്യം ചൂടാണ് ഗൈസ്. ഉച്ചയ്ക്കൊക്കെ അത്യാവശ്യം ചൂടാണ്. എനിക്കൊന്ന് 21, 22 സംതിങ്. ഓൾറെഡി സ്വെറ്റ് ഷർട്ട്സ് ഇടണം. ഞാൻ ഇട്ടേക്കുന്ന സ്വെറ്റ് ഷർട്ടാണ്. സ്വെറ്റ് ഷർട്ട് ഇടാൻ ഒരു രക്ഷയൊന്നുമില്ല. സ്വെറ്റ് ഷർട്ട്സ് ഇടണം. ജാക്കറ്റിൻ്റെ ആവശ്യമില്ല. ജാക്കറ്റ് വേർക്കും, നമ്മൾ നല്ലോണം വേർക്കും. ഒന്നാമത് എനിക്ക് പിരിച്ചായതുകൊണ്ട് ഞാൻ അതിനും വേർക്കും. ഇതെങ്ങനെയുണ്ട്? ആരോ എന്നോട് വന്ന് സംസാരിച്ചു ഗൈസ്. ആ ചേട്ടൻ ഐ ഡോണ്ട് നോ ഹു ഈസ്. ഹി ഡോണ്ട് നോ ഇംഗ്ലീഷ്. എനിക്ക് ഫ്രഞ്ച് അറിയില്ല. ഇവിടെ എല്ലാവരും കാർ നിർത്തിത്തരും നമുക്ക് നടക്കാൻ വേണ്ടിയിട്ട്. നാട്ടിൽ പോലെയൊന്നുമല്ല. സോ വി നീഡ് ടു സേ താങ്ക് യു ലൈക്ക് ക്രോസിംഗ് ദ റോഡ്. ഞാനിപ്പോ എങ്ങനാ, എനിക്ക് തന്നെ വലിയ പിടിയൊന്നുമില്ല. നമുക്ക് എവിടെയെങ്കിലൊക്കെ പോവും. ഹി മെയ്ഡ് മൈ ഡേ. അതായത് പുള്ളി ഓടി വന്നിട്ട് ജസ്റ്റ് സംസാരിച്ച് എന്താ ഷൂട്ട് ചെയ്യുന്നേ, അങ്ങനെ ആയിരിക്കണം. ലൈക്ക് ആൾക്കൊട്ടും ഇംഗ്ലീഷ് അറിയില്ല. എന്നിട്ടൊക്കെ എന്താ താങ്ക് യു വെരി മച്ച് അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ എനിക്ക് ട്രാൻസ്ലേറ്റർ വർക്ക് ചെയ്തില്ല. അതെന്താ? നെറ്റില്ലാത്തോണ്ടായിരിക്കും. ഞാൻ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചാൽ എനിക്ക് തോന്നുന്നു വീഡിയോയിൽ ചെറുതായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്കറിയില്ല. ഞാൻ അത് ക്ലോസ് ചെയ്തു. ബിക്കോസ് ഇവിടെ ആരുടെ പെർമിഷൻ ഇല്ലാണ്ട് അവരുടെ വീഡിയോ എടുക്കാൻ പാടില്ല. ഞാൻ ഇങ്ങനെ ഒച്ചയാണ് സംസാരിക്കുന്നത്. എനിക്ക് ഇവിടെ നല്ലൊരു ഫുഡ് കഴിക്കാം. സോറി ഗൈസ്, എൻ്റെ ഹെഡ്സെറ്റ് ബോട്ടിൻ്റെ പാട്ട ഹെഡ്സെറ്റാണ്. ഞാൻ താഴേന്ന് വീഡിയോ എടുക്കുമ്പോൾ എനിക്കൊരു തള്ളമലൊക്കെ. നേരെ വീഡിയോ എടുക്കാന്ന് വെച്ചാൽ എല്ലാവരും എന്നെ നോക്കില്ലേ. സോ എനിക്ക് നേരെ വീഡിയോ എടുക്കാൻ ഭയങ്കര ചമ്മല്. മേ ബി ആദ്യമായിട്ട് വീഡിയോ എടുക്കുന്നുണ്ടായിരിക്കാം. ഞാൻ എന്ത് പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ല ഫുഡ് കഴിക്കുന്ന സ്ഥലം കണ്ടുപിടിക്കണം. ഇവിടെ എൻ്റെ ഒക്കെ പോകാനുള്ള ബസ്സൊക്കെ വന്ന് എളുപ്പമുണ്ട്.
ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഗൂഗിൾ നോട്ടിഫിക്കേഷൻ അയക്കുന്നുണ്ട് തന്റെ ബസ് പോയിട്ടാ. അയ്യോ, പക്ഷെ എനിക്ക് വിശക്കണ് ഗൈസ്, എന്തെങ്കിലുമൊക്കെ തിന്നണം. ഞാൻ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വന്നതാ. സോ ഐ നീഡ് ടു എക്സ്പ്ലോർ സംതിങ്. ഓക്കെ ഗൈസ്, ഇനി എന്തെങ്കിലും തിന്നോടത്ത് എത്തിയിട്ട് കാണാം. ബൈ ബൈ. കണ്ടോ ഗൈസ്, ഇവിടെ ജിം, ഫിറ്റ്നസ് സെന്റർ പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെ വന്നാലും നമ്മുടെ നാട്ടിലെ പ്ലേ ഗ്രൗണ്ട് പോലെ വരില്ല. കുറെ പേര് വൈകുന്നേരം ആവുമ്പോ ഫുട്ബോൾ കളിക്കാനും ക്രിക്കറ്റ് കളിക്കാനും ബഹളവും ഒച്ചയും അതൊക്കെ ശരിക്കും വേറെ. ഞാൻ ആലോചിക്കായിരുന്നേ, കാറ്റാണ് എന്തൊരു കേക്കൊന്നും എനിക്കറിയില്ല. ഞാൻ ആലോചിക്കായിരുന്നേ, ഇവിടെ എന്ന് പറഞ്ഞാൽ ആര് നമ്മൾ സിബ്ര ലൈൻ ക്രോസ് ചെയ്യാനും റോഡ് ക്രോസ് ചെയ്യാനും നിന്നാലും വണ്ടി നിർത്തി കൊടുക്കും. എല്ലാവരും നിർത്തി കൊടുക്കും. ഏകദേശം എല്ലാവരും നിർത്തി തരും. ചില സാധനങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ മുഷാട്ടായിട്ടുള്ളത്. ഒരു എന്താണ്, ഒരു തവണ ഞങ്ങൾക്ക് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. എൻ്റെ കൂടുതലല്ലേ അലീന, അവള് റോഡിലിറങ്ങിയ അവള് മിസ്റ്റേക്കാണ്. ബിക്കോസ് അവൾ റോഡിലാണ് നടന്നിരുന്നത്, ഫുട്പാത്തിൽ കൂടെ എല്ലാം നടന്നിരുന്നത്. അവള് റോഡിൽ നടന്നപ്പോൾ ലൈക്ക് ഒരു ചേച്ചി ഭയങ്കരമായിട്ട് ഒച്ചയെടുത്ത് എന്നിട്ട് വണ്ടി നിർത്തി. ഞങ്ങൾക്ക് ക്രോസ് ചെയ്യണമെന്നേ ഉണ്ടായില്ല. ഞാൻ ലാസ്റ്റ് ഞങ്ങൾ ക്രോസ് ചെയ്യേണ്ടി വന്നു. സോ അങ്ങനെ വിരലുണ്ടാവുന്നു. ബാക്കി എല്ലാവരും നിർത്തി തരും. ദേ വിൽ ബി ലൈക്ക് സ്മൈലിങ്. മിക്കവരും ചിരിക്കും, ചിലർ ചിരിക്കില്ല. കാരണം നമ്മൾ ചിരിക്കണമല്ലോ നമുക്ക് വേണ്ടി നിർത്തി തരുമ്പോൾ. ഞാൻ ചിരിക്കാറുണ്ട് എല്ലാവരും നോക്കി. തിരിച്ചിരിക്കാത്തവർ ചിരിക്കണ്ടെന്ന് ചോദിക്കും. എല്ലാവരും നിർത്തി തരും. നമ്മുടെ നാട്ടിൽ ഇതുവല്ലോ നടക്കൂ. എങ്ങനെ വണ്ടി നിർത്തി തരും? വണ്ടി എന്തായാലും പതിയെ കഴിഞ്ഞായിരിക്കും ട്രാഫിക്കിൽ പോകുന്നത്. നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടെ ഓടാം. ഇതുപോലെ നിർത്തി തന്നാൽ നമ്മൾ എങ്ങനെ സ്ഥലത്തെത്തും കറക്റ്റ് ടൈമില്? എന്താല്ലേ ഇങ്ങനെ വണ്ടി നമ്മൾ നടക്കാൻ വേണ്ടി നിർത്തി നമ്മളിപ്പോ എത്തും വീട്ടില്. നമ്മൾ വീട്ടിലെത്തില്ലേ? എനിക്കറിയില്ല. ഓ, പിസ്സ ഹട്ട്. ഇവിടുന്ന് ഒരു തവണ പിസ്സ കഴിച്ചതിന്റെ വിഷമം ഇതുവരെ മാറിയിട്ടില്ല. ഒന്നിനും ഉള്ളായിരുന്നു പിസ്സ. പക്ഷെ അതിന്റെ അപ്പുറത്തൊരു കടയുണ്ട്. ഐ ഡോണ്ട് നോ അവിടുത്തെ ഫുഡ് എങ്ങനെയായിരിക്കും, നല്ലതായിരിക്കില്ലേന്ന്. താഴത്തെ അങ്ങനെ എടുത്തിട്ട് ഒരു തള്ളമ്മ പോലെ ഉണ്ടെന്ന് എനിക്കറിയാം. തൽക്കാലത്തേക്ക് എൻ്റെ ഈ തള്ളമ്മ കൊണ്ടേക്ക് നിങ്ങൾ കണ്ടാൽ മതി. അതിൽ കൂടുതൽ കണ്ടിട്ട് കഴിയുന്നില്ലല്ലോ. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ സോളോ ഡേറ്റ് പോകണം നാട്ടിലുള്ളപ്പോൾ ഒരു ആഗ്രഹമായിരുന്നു എൻ്റെ. ഇതിപ്പോ ഭയങ്കര സോളോ ഡേറ്റ് ആയിപ്പോയി. ഫുൾ ടൈം സോളോ ഡേറ്റ്. ഹലോ ഗൈസ്, അങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചു. അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്നാവും. ജപ്പാനീസ് ചിക്കനാണ് തിന്നാൻ പോകുന്നത് വിത്ത് സം ഫ്രൈസ് ആൻഡ് സലാഡ്. നമുക്ക് നോക്കാം. വിത്ത് ഓറഞ്ച് പൈനാപ്പിൾ ജ്യൂസ്. എനിക്കറിയില്ല എങ്ങനെ ഉണ്ടാവുന്നു. ബിയറും ആൽക്കഹോളൊക്കെ വേണമെങ്കിൽ ഇവിടെ ഉണ്ട്. പക്ഷെ നാളെ ക്ലാസ് ഉണ്ട്, അല്ലെങ്കിൽ അടിച്ചു വെക്കായിരുന്നു. പിന്നെ തിരിച്ച് ഞാൻ ഒറ്റയ്ക്കല്ലേ വീട്ടിലെത്തണ്ടേ. ഓക്കെ, തമാശയാണ്. ഞാൻ ഇവിടെ വന്ന് എന്തായാലും കുടിക്കാൻ പോകുന്നില്ല. ജസ്റ്റ് ജോക്ക്. പക്ഷെ ഇംഗ്ലീഷ് സംസാരിക്കുന്നവര് എല്ലാവരും ഹെൽപ്പ് ചെയ്യും കേട്ടോ. കാരണം ആ ചേച്ചിക്ക് ഒരു ഇത് പറയാൻ കിട്ടിയില്ല. അടുത്തിരുന്ന ആള് ഹെൽപ്പ് ചെയ്തു. നൈസ്. ആൾക്കാരൊക്കെ ശരിക്കും നൈസാ നമ്മൾ ഒറ്റയ്ക്ക് വരുവാണെങ്കിൽ. കാരണം ഇവിടെ കയറി വന്നപ്പോൾ തന്നെ ആ ചേട്ടനും he was like he know to speak English. ഇതാണ് ഗൈസ് പൈനാപ്പിൾ ജ്യൂസ്. അങ്ങനെ ജ്യൂസ് ഒഴിച്ചു. ഇനി ജ്യൂസ് കുടിക്കണം. അങ്ങനെ ഫുഡ് എത്തി. പൈനാപ്പിൾ ജ്യൂസ്, സം ഫ്രൈസ്, ജപ്പാനീസ് ചിക്കൻ അല്ല ബീഫ് ഉണ്ടോ, ജപ്പാനീസ് ബീഫ് സലാഡ് ആൻഡ് ബ്രെഡ്. കൊള്ളാം. ആദ്യമായിട്ടാണ് ഇവിടെ ഉപ്പുള്ളൊരു സാധനം തിന്നുന്നത്. ബീഫ് പറഞ്ഞാലും അതിൽ ബന്ധത്തില്ലെങ്കിലും കൊള്ളാം. ഒരു വെറൈറ്റി ടേസ്റ്റ്. ഓ, നമ്മുടെ നാട്ടിലെ ബീഫൊന്നും വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ജപ്പാനീസ് സ്റ്റൈലല്ലേ. അധികം വീഡിയോ ഇട്ട് ഉറപ്പിക്കുന്നില്ല. ബിക്കോസ് 4 പീസ് ബീഫേ ഉള്ളൂ. ബട്ട് ഇറ്റ്സ് എക്സ്പെൻസീവ് എന്ന് പറയാൻ പറ്റില്ല. ഇവരുടെ ഫുഡ് വെച്ചാൽ എക്സ്പെൻസീവ് അല്ല. ഇനി ഞാൻ വേറാഴ്ച ഭക്ഷണം കഴിക്കും കുറേ നാളുകൾക്ക് ശേഷം. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും വിശേഷം ഉണ്ടാവും കാണാം. ബൈ ബൈ. അങ്ങനെ ഫുഡ് കഴിച്ച് ബാക്കി പൈസലെടുത്തു. മൊത്തം തിന്നാൻ പറ്റില്ല. മനസ്സും നിറഞ്ഞു. ഭയങ്കര ഹാപ്പിയായി. അവരെല്ലാവരും ഭയങ്കര നൈസായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഹാപ്പി ഡേ.
വിഷമമൊക്കെ കുറച്ച് മാറി മാറി വരുന്നു. ഹാപ്പി ആയിരിക്കാം. ബാക്കി വരുന്നോട് വെച്ച് കാണാലോ. ഇപ്പൊ തണുത്ത് തുടങ്ങി. 2 മണിക്കൊക്കെ തണുക്കുന്നു. ഇവിടുത്തെ ക്ലൈമറ്റ് ശരിയല്ല, ഒന്നും ശരിയല്ല. ഇപ്പൊ നൈസായിട്ട് തണുത്ത് തുടങ്ങി. പക്ഷെ ഇപ്പൊ ബസ് വരും, ബസ്സിൽ കയറും, വീട്ടിൽ പോവും. കാരണം ഭയങ്കര വെയിറ്റ് ബാഗില്, ജാക്കറ്റും ലാപ്ടോപ്പും എല്ലാം ഇരിക്കുന്നു. സോ ഇനി എവിടേക്കും പോകുന്നില്ല. മേ ബി ഐ ഡോണ്ട് നോ. എൻ്റെ ബസ് വരുന്നുണ്ട്. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ. ഞാൻ തണുപ്പ് അപ്ഡേറ്റ് ചെയ്യാൻ വന്നത്. അങ്ങനെ വീടെത്തി. മിക്കവാറും ഈ വീഡിയോ ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കും. കാരണം എനിക്കറിയില്ല വൈകുന്നേരം എന്തെങ്കിലും കാര്യമായിട്ട് നടക്കുവാണെങ്കിൽ ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഈ വീഡിയോ ഇവിടെ വെച്ച് തീർന്നു. ഓക്കെ ഗൈസ്, ഇനി അടുത്തൊരു ദിവസം ഇതുപോലെ ഹാപ്പനിങ് ആയിട്ട് വരുവാണെങ്കിൽ ഇതുപോലെ ഫുൾ വീഡിയോ ആയിട്ട് വരാം. ഇല്ലെങ്കിൽ ജസ്റ്റ് സെലിബ്രേഷൻ ഇടുന്ന പോലെ കുറച്ച് കട്ടിങ്സ് മാത്രം കാണിച്ചിട്ട് കുറച്ച് വീഡിയോ മാത്രം ഇട്ടിടാം. ഓക്കെ ബൈ ബൈ. ഓക്കെ ഗൈസ്, ബൈ ബൈ.